ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് ഒരു ഓട്ടോറിക്ഷ കയറി. പെരും മഴയുള്ള സമയത്ത് ബസ്സൊന്നും കിട്ടാനില്ല. ആ സമയത്ത് എനിക്ക് ഒരു ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഞാൻ ആ ഓട്ടോറിക്ഷ കയറിയിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് മൂപ്പര് ഓരോ പ്രയാസങ്ങളും കാര്യങ്ങളും ഇങ്ങനെ പറയാം. അപ്പോൾ മൂപ്പര് അതിൻ്റെ ഇടയിൽ പറയാണ്, എന്താണ് ഈ സൈഡിലുള്ള ആ ഷട്ടർ രണ്ടും താത്തിയാണ് മൂപ്പര് പറഞ്ഞത്. എൻ്റെ മുഖത്തേക്ക് വെള്ളം തെറിക്കുന്ന കുഴപ്പമില്ല, നിങ്ങളെ ഡ്രസ്സ് വെള്ള ഡ്രസ്സല്ല, ടൈമൊക്കെ ആവേണ്ട വെച്ചിട്ടാണ്. നമ്മൾ ഇതേമാതിരിക്കുന്ന വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഫുള്ള് നനയെന്നൊക്കെ പറഞ്ഞാൽ മൂപ്പര് ഞാൻ ഓരോ കാര്യങ്ങൾ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്ത് ഒരു കറക്റ്റ് കാറ് വന്നാണ്ട് വെള്ളമാണ് തെറിപ്പിച്ച് വണ്ടിയുടെ ഉള്ളിൽ ഫുള്ള് വെള്ളമായി. മൂപ്പരും ഫുള്ള് നഞ്ഞ് ബാക്കിൽ ഇരിക്കണം, ഞാനും 2 സൈഡിലും മറിച്ചിട്ടും എൻ്റെ മുഖത്തേക്കൊക്കെ വെള്ളമായി. മൂപ്പര് പറയാം, നമ്മളെ അവസ്ഥ ഒന്നും ഇതേമാതിരി തന്നെ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാരൊക്കെ എന്ത് ചെയ്യും, വെള്ളം തെറിപ്പിച്ചാണ് പോകും. അപ്പം ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കയറണാൽ ഒരന്നതാണ്. ഒരതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോറിക്ഷ ഓടിയിട്ട് എന്തെങ്കിലും കിട്ടിയതായി നമ്മളെ ഇടങ്ങാറാക്കിയാണ്ട് യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ അടുത്തുള്ള വണ്ടിയിൽ നമ്മളെന്ത് ചെയ്യുക, കയ്യിനോ വെള്ളമൊക്കെ കാണുമ്പോൾ ഓപ്പോസിറ്റ് യാത്ര ചെയ്യുന്ന ആൾക്കാരെ നമ്മളെന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. മഴക്കാലൊക്കെ അല്ലേ, പിന്നെ നമ്മളെന്തിനാ വെറുതെ ആൾക്കാരെ ഇടങ്ങാറാക്കുക. അതേപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഞാൻ കണ്ടൊരു സംഭവമാണ്, ഒരു കാറിൽ വന്നിട്ട് ഒരു കടൻ്റെ സൈഡിൽ ഇങ്ങനെ കുറച്ച് വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി പെരുമ്പോക്ക് ചെയ്യാണ്ട് ഈ വെള്ളം നായിട്ട് അയാളെ കടയിൽ കയറി സാധനങ്ങളൊക്കെ നഞ്ഞ്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ സ്പീഡും കാര്യങ്ങളും നമ്മൾ യാത്രയുടെ ഇടയിൽ മറ്റുള്ള ആൾക്കാർ അടങ്ങാറാവണത് നമ്മൾ കഴിയണവരെ ശ്രദ്ധിക്കുക. എനിക്കതൊക്കെയാണ് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.